ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും കൂടെ ഞങ്ങൾ ബീച്ചിൽ പോകുന്നൊരു ദിവസമാണ്. അപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിയിട്ടോ. അവിടെ കണ്ടൊരു വെറൈറ്റി ചോക്ലേറ്റാണ് അതും വാങ്ങി. അപ്പോൾ അവിടെ പോയിട്ട് അനിയത്തിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൾക്കത് കൊടുത്തപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിട്ടോ. അങ്ങനെ എല്ലാ ചോക്ലേറ്റും അവൾ തന്നെയാണ് കഴിച്ചത്. ഞാൻ ഈ ബൗണ്ടിയൊക്കെ എൻ്റെ ഉമ്മക്ക് വേണ്ടി വാങ്ങിയതിനും അതും അതാ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കാർ എടുത്തിട്ട് അവിടുന്ന് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചാലിയം ബീച്ചിലേക്കാണ് പോണത്. പിന്നെ പാട്ട് വെച്ചപ്പോൾ ആൾ നല്ല കളിയാട്ടോ. ആളുടെ ഫേവറേറ്റ് പാട്ടാണ് വെച്ചത്. പാട്ട് എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കും ബ്ലോക്കിൽ കുടുങ്ങിയിട്ടോ. പിന്നെ അവിടുന്ന് ഒരു സ്ഥലത്തെത്തിയപ്പം ഈ തൊങ്ക് വിൽക്കുന്നുണ്ടേനും അവിടുന്ന് തൊങ്കും കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ചാലിയത്തെത്തിയിട്ടോ. ചാലിയത്തെത്തിയപ്പോൾ തന്നെ ഫസ്റ്റിന് ബോട്ട് സർവീസാണ്. സ്പീഡ് ബോട്ടും ഉണ്ട്, സാധാ ബോട്ടും ഉണ്ട്. സ്പീഡ് ബോട്ട് കടലിലേക്കൊക്കെ പോകുന്നതാണ് പറയുന്നത്. ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് അത് കയറിയില്ല. പിന്നെ ഇവരൊക്കെ കടുക്ക പെറുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടുന്ന്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ നടന്ന് ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തി. ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ അത്ര വൃത്തിയില്ല കേട്ടോ. കുറേ വേസ്റ്റ് ഉണ്ട് ആ പൂയിലൊക്കെ. പിന്നെ ആ കാണുന്നതാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ. ഇതാണ് അവിടുത്തെ അവസ്ഥ. നല്ല ചണ്ടിയും പൊടിയൊക്കെ നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ടൈം വരെയൊക്കെ ഞങ്ങൾ അവിടെ നിന്നു. ആൾ കടലിൽ ഫസ്റ്റ് ഇറങ്ങാൻ ഭയങ്കര പേടിയാനും പിന്നെ ഇറങ്ങിയിട്ട് നല്ല കളിയാട്ടോ. പിന്നെ കടലിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് എടുക്കാൻ കുറച്ച് പാടുപെട്ടിട്ടാണ് അവൾ തിരിച്ചു കൊണ്ടുവന്നത്. ഭയങ്കര കളിയായിരുന്നു. ആൾ കടലിൽ നിന്ന് ഞങ്ങൾ എടുത്ത് കൊണ്ടുവരുന്നതിനനുസരിച്ച് പൂയിൽ കയ്യും കാലും മുക്കിയിട്ട് വീണ്ടും ആ കെക്കാൻ വേണ്ടി കടലിലേക്ക് പോകാട്ടോ. പിന്നെ അവിടെ അടുത്തുള്ള ഒരു ഷോപ്പുണ്ട് ചായയൊക്കെ വെക്കുന്ന. അവിടെ കയറിയിട്ട് ഒരു കോഫിയും പിന്നെ അവിടെ മക്രോണി ഉണ്ട് കേട്ടോ. അങ്ങനെ മക്രോണിയും ഒന്ന് കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങുമ്പോഴും നല്ല തിരക്കാട്ടോ. അപ്പോഴും ബോട്ട് സർവീസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ഫറൂഖ് പാലം ആണെന്ന് തോന്നുന്നത് കേട്ടത്. ഫറൂഖ് ബ്രിഡ്ജാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ആ ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ. അവിടുന്ന് വീട്ടിലേക്ക് 1 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ബ്രൗൺ ടൗണിൽ കയറിയിട്ട് കേക്ക് വാങ്ങി. ഫുൾ കേക്ക് അല്ല, പീസ് കേക്കുകളാണ് വാങ്ങിയത്. അത് ഞങ്ങൾ അപ്പം തന്നെ കഴിക്കുകയും ചെയ്തു. പിന്നെ അടുത്തുള്ള ഹോട്ടലിൽ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. അപ്പം അത് കിട്ടുന്ന വരെയുള്ള ബാക്കി ടൈമിലാണ് ഇതിൽ കയറിയിട്ട് ഈ കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബിരിയാണി എത്തി. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ.